ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉംറ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് നമ്മൾ ജിദ്ദയിൽ നിന്നും മക്കയിലേക്കുള്ള നമ്മുടെ യാത്രയും പിന്നെ മക്കയിലെത്തിയതിന് ശേഷം നമ്മുടെ മസ്ജിദുൽ ഹറമിൽ പോയിട്ടുള്ള നമ്മുടെ ഉംറ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക. കാരണം ഇതിനകത്ത് ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് സംസാരിക്കാനൊന്നുമില്ല. ഇതുവരെയും നമ്മുടെ സൗദിയിൽ വരാത്തവർ, അതല്ലെങ്കിൽ ഇപ്പോൾ ജിദ്ദ കാണാത്തവർ, മക്കയിലൊന്നും പോവാത്തവർ, ഹറമിലൊന്നും പോവാത്തവരായിട്ടുള്ളവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർ തന്നെയായിരിക്കും. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഫീലും കാര്യങ്ങളൊന്നും കിട്ടില്ലെങ്കിൽ പോലും നമുക്കിതിലൂടെ കാണുമ്പം മനസ്സിന് വല്ലാത്തൊരു കുളിരൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊന്നും ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോരാൻ വേണ്ടിയിട്ട് പറ്റില്ല. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരെയും നമ്മൾ ഫ്രണ്ട്സിൻ്റെ റൂമിലാക്കിയതിന് ശേഷമാണ് ഞാനൊക്കെയും ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോരുന്നത്. മുൻകൂട്ടി നമ്മുടെ ഷാത്തി ആപ്പിൽ നമ്മുടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മക്കയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ജിദ്ദ ടു മക്കയിലെ മെയിൻ ഹൈവേ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഹറമിൻ്റെ ബൗണ്ടറി സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഭാഗം. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മറ്റൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് കൂടെ മക്ക റോഡിൽ കാണാൻ കഴിയും. അതാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ പ്രതീകമായിട്ടുള്ള ഖുറാൻ്റെ ഷേപ്പിലുള്ള ഒരു ബിൽഡിങ്. ഇതിനെ നമ്മൾ മക്ക ഗേറ്റ്, ഖുറാൻ ഗേറ്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. 1979 ദിയ അസീസ് ദിയ എന്ന് പറഞ്ഞ ഡിസൈനറാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്കൊരു 10-22 കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മസ്ജിദുൽ ഹറമിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ മസ്ജിദുൽ ഹറം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ക്ലോക്ക് ടവറൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ കാറ് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുതായ് പാർക്ക് ആ ഭാഗത്തേക്കൊക്കെ പോവാം. പക്ഷെ നോർമലി നമ്മൾ ചെയ്യാറുള്ളത്, എൻ്റെ റിലേറ്റീവ് ഉണ്ട് നമ്മുടെ ഹറം കഴിഞ്ഞിട്ട് അസിയ എന്നുള്ളൊരു ഭാഗത്ത് എൻ്റെ ഒരു സിസ്റ്റർ ഹസ്ബൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ കാറ്, അവരുടെ ബിൽഡിങ്ങിൻ്റെ താഴെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് തിരിച്ച് പിന്നെ നമ്മൾ ഒരു ടാക്സിയിൽ ഹറമിലേക്ക് വരാറാണ് പതിവ്. അങ്ങനെ നമ്മളിപ്പം കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് തിരിച്ചൊരു ടാക്സിയിലൂടെ മസ്ജിദുൽ ഹറം പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ വുളു എടുക്കുകയാണ്. റൂമിൽ നിന്ന് നമ്മൾ വുളു കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പക്ഷേങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഒന്നുകൂടെ വുളു എടുത്ത് ഫ്രഷ് ആയതിന് ശേഷമാണ് നമ്മൾ പള്ളിയിലേക്ക് കയറുന്നത്. ഇപ്പോൾ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ സമയമാണ്. അപ്പോൾ എന്തായാലും ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ബാങ്ക് കൊടുത്ത് നിസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉംറ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാടൊന്നും വീഡിയോസ് എടുക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉംറ ചെയ്യുന്നതിലും അതുപോലെ പ്രാർത്ഥനയിലും ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തവാഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോ, അതുപോലെ തന്നെ തവാഫ് കഴിയുമ്പോൾ കുറച്ച് വീഡിയോ, സൈ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള കുറച്ച് വീഡിയോ, അങ്ങനെയെല്ലാം കുറച്ച് വീഡിയോസ് കണക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കും ഒരുപക്ഷെ ഞാൻ സംസാരിക്കാതെ ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ മനസ്സിനൊക്കെ ഒരു സുഖം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ മഗ്‌രിബ് നിസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പം തവാഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അധികമൊന്നും തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് തവാഫ് വളരെ ഭംഗിയായിട്ട് തന്നെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സഅയ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ സഅയ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉംറയും കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ചധികം സമയം തന്നെ ഇവിടെ ഇരുന്ന് ഖുർആനൊക്കെ ഓതി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് മടങ്ങുന്നത്. മുമ്പൊക്കെ നമ്മൾ എല്ലാ മാസവും ഹറമിൽ വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണമല്ലോ വരാൻ. മാത്രമല്ല കുട്ടികളെ കൊണ്ടുവരാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം സമയം തന്നെ ഓൾമോസ്റ്റ് നമ്മൾ നേരം പുലർച്ചെ ആവുന്ന സമയം വരെ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പോകുന്നത്. പ്രാർത്ഥനയും ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നതിന് ശേഷമാണ് തിരിച്ച് നമ്മൾ റൂമിലേക്ക് മടങ്ങുന്നത്. നമുക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള ടൈമും ഇറങ്ങാനുള്ള ടൈമൊക്കെ നമുക്ക് തന്ന ഒരു അപ്പോയിൻമെൻറ്റിലുണ്ട്. പക്ഷെ അങ്ങനെ ചെക്ക് ഇൻ ചെയ്യുന്നത് മാത്രമേ അങ്ങനെ ശ്രദ്ധിക്കുന്നുള്ളൂ. ചെക്ക് ഔട്ട് ആവുന്നത് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം തന്നെ നമ്മൾ ഹറമിൽ സ്പെൻഡ് ചെയ്തു. ഇങ്ങോട്ടേക്ക് എത്തുന്നത് മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ സമയത്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ മഗ്‌രിബ് നിസ്കാരവും അതുപോലെ തന്നെ ഇശാ നിസ്കാരവും ഫജ്ർ നിസ്കാരം കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹറമിൽ നിന്നും ഇറങ്ങുന്നത്. നമുക്ക് ചെക്ക് ഇൻ ചെയ്യുന്ന സമയം മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നാളിന് ശേഷമാണ് ഹറമിലേക്ക് വരുന്നത്. മുമ്പൊക്കെ നമ്മൾ എല്ലാ മാസവും വരുന്നതല്ലേ. അപ്പോൾ അത് ഒരുപാട് നാളിന് ശേഷം വരുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് പെട്ടെന്ന് പോകാൻ ഭയങ്കര മനസ്സിനൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരൊക്കെ നന്നായിട്ട് പുലർന്നതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. ഇതുവരെയും മക്ക ഹറമിൽ വരാൻ കഴിയാത്തവർക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ അല്ലാഹ് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടെ മുമ്പ് വന്നിട്ടുള്ളവർക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരാനും കാണാനും ഒക്കെ ഉള്ള ഭാഗ്യം അല്ലാഹ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.